ഹലോ. അപ്പോൾ ദാ നമ്മളെല്ലാവരും ഇപ്പോൾ ഈ ബാത്റൂമിൻ്റെ വാതിക്കലിടുന്ന ഈ ഒരു മാറ്റിൻ്റെ പുറകിലാണ് അല്ലേ. ഒത്തിരി പേര് വീഡിയോ ഇടുന്നതൊക്കെ ഞാൻ കണ്ട്. ഈ ഒരു മാറ്റ് ഞാൻ ഓൺലൈൻ വഴി ഒന്നും മേടിച്ചതല്ല, ഷോപ്പിൽ നിന്ന് തന്നെ മേടിച്ചതാണ്. എത്ര രൂപയാണെന്ന് ചോദിച്ചാൽ ഞാൻ ഒരുപാട് മാറ്റ് ഉൾപ്പെടെ വാങ്ങിച്ചതുകൊണ്ട് ഞാൻ ഓർക്കുന്നില്ല. 290 300 സംതിങ് എങ്ങാണ്ടാണ് തോന്നുന്നത്. ഫസ്റ്റ് ടൈം വാങ്ങിച്ച ഉടനെ അതിന് ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ, ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ഒരു മാസത്തേക്ക്. പക്ഷേ എന്നുണ്ടെങ്കിലും നമ്മൾ കഴുകി കഴിഞ്ഞാൽ ഇത് ഭിത്തിയിലൊക്കെ നമുക്ക് ഒട്ടിച്ച് വെക്കാം. ഇപ്പോൾ ഇതാ വാഷ് ചെയ്ത് ഉണക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ ഒരു ടൈല് ഞാൻ തുടച്ച് വൃത്തിയാക്കുന്നത്. നമ്മൾ ഈ മാറ്റ് ഇട്ട് കഴിയുമ്പോൾ ദാ ഇത് കണ്ട ഇതേപോലെ അതിൻ്റെ ബാക്ക് വശത്ത് ആ ഒരു പശ കയറി പിടിക്കുവാണ്. എന്നാൽ മാറ്റിൻ്റെ പുറം നോക്കുമ്പോഴത്തേക്ക് അതിന് യാതൊരു വിധ കേടോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ഞാനപ്പോൾ ഇത് 2 പ്രാവശ്യം വാഷ് ചെയ്ത് മൂന്നാമത്തെ പ്രാവശ്യം വന്നപ്പോഴാണ് ഇത് വീഡിയോ ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ചത് കേട്ടോ. പിന്നെ കാലൊക്കെ ചവിട്ടി തൂത്ത് കഴിഞ്ഞാൽ നല്ലോണം വെള്ളം വലിക്കുന്ന ഒരു മാറ്റ് തന്നെയാണ് കേട്ടോ. അതിലൊന്നും പറയാനില്ല. ആ വെള്ളം വലിക്കുന്നതിൻ്റെ നമ്മുടെ ഈ ഒരു ടൈലിൽ കാണാനുമുണ്ട്. അപ്പോൾ ഇത് തൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോവാനായിട്ട് നല്ല ബുദ്ധിമുട്ടുമുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കൊണ്ടുപോയിട്ട ഉടനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തൂക്കാവുന്ന ടൈം കിട്ടൂല. അപ്പോൾ ഈ സാധനം വാങ്ങിച്ചിട്ട് ഇങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും ഈ മാറ്റ് വാങ്ങിച്ചിട്ട് പ്രശ്നം ഉണ്ടായെന്ന് പറയണം. പിന്നെ ഇപ്പം നമ്മൾ ബാക്കിലൊരു തുണിയോ അങ്ങനെ എന്തെങ്കിലും വിരിച്ചിട്ട് ഇപ്പോൾ അതുകൊണ്ട് ഈ ഒരു മാറ്റിടേണ്ട ഒരു അവസ്ഥയായി കേട്ടോ. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആ ബാത്റൂമിൻ്റെ വാതിക്കൽ ഫുള്ള് നമ്മുടെ കരി തേച്ചതുപോലെ ഇങ്ങനെ കിടക്കുവാണ്. അതിൻ്റെ ഒരു വശത്താണ് ഇതേപോലെ കൂടുതലായിട്ട് കാണുകയും ചെയ്യുന്നത്. അപ്പോൾ അതൊരു വൃത്തികേട് തന്നെയാണ്. കാരണം നമ്മൾ കഴുകി കൊണ്ടുവന്ന് എല്ലാം തുടച്ചൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഉണങ്ങി കഴിയുമ്പോൾ ഈ മാറ്റ് കൊണ്ടുവന്ന് ഈ ഒരു വൃത്തികേട് അല്ലേ. അപ്പോൾ ഇതൊരു ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.